നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയയ്ക്ക് എക്സാമ്പിൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ എക്സാമ്പിളോട് പറയാൻ വന്നപ്പോൾ വീഡിയോ ഇടയ്ക്ക് കട്ടായതാണ്. എഡിറ്റ് ചെയ്തതിന് സമയം കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. hn of x equal to x square plus nx divided by n, and we know that it converges to, ഇതിനെ നമുക്ക് x square by n plus x എന്ന് എഴുതാം. x square by n 0യിലേക്ക് പോകുന്നുണ്ട്. എല്ലാ എക്സിലും ഇത് അതാത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം. if we select nk equal to k and xk equal to minus k, ഇത് നോട്ട് ചെയ്യണേ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ -xk എന്ന് എഴുതിയിരിക്കുന്നത്. ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. nk equal to k, xk equal to minus k എന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് എന്താ എഴുതണ്ടേ? മോഡുലസ് ഓഫ് hnk of xk മൈനസ് h of xk. ഇതാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. xk മൈനസ് k ആണ്, nk k ആണ്. ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് xk മൈനസ് k ആകുമ്പം മൈനസ് k ഹോൾ സ്ക്വയർ പ്ലസ് nk എന്ന് പറയുന്നത് k ആണ്. k ഇൻറ്റു മൈനസ് k, മൈനസ് k സ്ക്വയർ k സ്ക്വയർ ആവും. ഇവിടെ k സ്ക്വയർ മൈനസ് k സ്ക്വയർ എന്നായി, 0 എന്നായി. h ഓഫ് xk എന്താ? h ഓഫ് x എന്ന് പറയുന്നത് x ആണ്, ലിമിറ്റാണ്. ഇതാണ് h ഓഫ് x. h ഓഫ് x ഈക്വൽ ടു x എന്നാണ് കൺവേർജിങ് ടു x എന്നുള്ളതിൻ്റെ അർത്ഥം. h ഓഫ് xk എന്ന് പറയുന്നത് xk ആണ്. xk എത്രയാ? മൈനസ് k. 0 മൈനസ് ഓഫ് മൈനസ് k എന്നാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു k നാച്ചുറൽ നമ്പർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു k. അങ്ങനെ നമുക്ക് k എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ k എന്നുള്ള വാല്യൂവിൽ താഴെ ഇതാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്സിലോൺ kയിൽ താഴെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ kയിൽ താഴെയാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മുമ്പ് 1ൻ്റെ 1/2ൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഉള്ളൂ. ഓൺലി ഫംഗ്ഷൻ നോൺ യൂണിഫോം കണ്ടിന്യൂസ് or it does not satisfy the condition for uniform convergence criteria satisfy ചെയ്യുന്നില്ല. ഇനി നമുക്ക് യൂണിഫോം നോം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റാണ്. വളരെ സിമ്പിളാണ്. യൂണിഫോം നോം എന്ന് പറയുന്ന അത് സീക്വൻസ് ഓഫ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മൾ ഈ ഡെഫിനിഷൻ ആദ്യം ചെയ്യാം. യൂണിഫോം നോം എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എ സബ്സെറ്റ് ഓഫ് ആറിൽ phi ഫ്രം a to r എന്നൊരു ഫംഗ്ഷൻ നമുക്കുണ്ടെങ്കിൽ phi ബൗണ്ടഡ് ആണെന്ന് നമ്മൾ പറയുന്നപ്പോഴാണ് phi ബൗണ്ടഡ്. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന എയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ phi ഓഫ് എക്സുകൾ എയിലെ പോയിന്റ്സ് വെച്ചല്ലേ phi ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുക. phi ഓഫ് എ ബൗണ്ടഡ് ആണെങ്കിൽ ഫംഗ്ഷൻ phi ബൗണ്ടഡ് ആണ്. phi ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ phi ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആണ്. ഈ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ phiയെ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയും. ഇനി phi ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് യൂണിഫോം നോം ഡിഫൈൻ ചെയ്യാം. ബൗണ്ടഡ് ഫംഗ്ഷൻസിനെ യൂണിഫോം നോം ഡിഫൈൻ ചെയ്യത്തുള്ളൂ. യൂണിഫോം നോം ഓൺ ദ ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ എ ആൻഡ് ദ യൂണിഫോം നോം ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സിമ്പിൾ. ഫൈയുടെ എയിൽ എന്ന് കാണിക്കാൻ ഇങ്ങനെ എഴുതും യൂണിഫോം നോം. യൂണിഫോം നോം ഓഫ് phi ഓഫ് എ ഈക്വൽ ടു, അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് സുപ്രീമോ എടുക്കാം. ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ phi എക്സുകൾ ബൗണ്ടഡ് ആണ്. സുപ്രീമോ ഓഫ് phi ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ. ഫോർ ഓൺലി ബൗണ്ടഡ് ഫംഗ്ഷൻസ് വി ക്യാൻ ഡിഫൈൻ യൂണിഫോം. ബൗണ്ടഡ് ആണെങ്കിൽ സുപ്രീമോ പറയത്തുള്ളതാണ്. അപ്പോൾ phi ഓഫ് എക്സ് സച്ച് എക്സ് എയിൽ നിന്ന് എടുക്കത്തുള്ളൂ. phi എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ യൂണിഫോം നോം സുപ്രീമോ phi ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ. സോ ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഇങ്ങനെയാണ് യൂണിഫോം നോം എങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യിൽ യൂണിഫോം നോം ഓഫ് phi ഓൺ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതെപ്പോഴാണ്? phi ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഇത് phi ഓഫ് എക്സുകളാണ് ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ സുപ്രീമം തന്നെ എപ്സിലോണിന് താഴെയാണ്. സോ phi ഓഫ് എക്സ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷൻ ഇതാണ് എന്ന് ഓർക്കുക. നമുക്കിതുകൊണ്ടുള്ള ഒരു ഉപയോഗം സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ യൂണിഫോം കൺവേർജൻസ് ഡിഫൈൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അനദർ ലെമ്മ
A sequence fn of bounded functions, sequence fn bounded functions in a uniform normal fn of bounded functions short on a subset of R, on a subset of R converges uniformly on A to F, converges uniformly on A to F if and only if uniform norm define uniform norm of fn minus f, fn ന്റെ അല്ല fn minus f ന്റെ യൂണിഫോം നോം എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ fn minus f ന്റെ യൂണിഫോം നോം ഓൺ എ ടെൻസ് ടു 0. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന എന്താ? fn കൺവേർജസ് യൂണിഫോംലി ടു എഫ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. fn കൺവേർജസ് ടു എഫ് യൂണിഫോംലി. അപ്പോൾ യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ എന്താ? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k of epsilon. യൂണിഫോം കൺവേർജൻസ് അതുകൊണ്ട് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. k of epsilon a natural number element of n such that modulus of fn minus f less than epsilon for all n greater than or equal to that k of epsilon, or we can write k for all x element of a, for all x element of a. This is satisfied. K does not depend on x. K x നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ കിട്ടും. ഇനി എല്ലാ മോഡ് fn മൈനസ് എഫും ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ സുപ്രീമം ഓഫ് മോഡ് fn മൈനസ് എഫും ലെസ് ദാൻ എപ്സിലോൺ ആണല്ലോ. എന്ന് പറഞ്ഞാൽ സുപ്രീമത്തെ ആണല്ലോ നമ്മൾ നോം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോം ഓഫ് fn മൈനസ് എഫ്, നോം ഓഫ് fn മൈനസ് എഫ് ഓൺ എ ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതും ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാം. ലെസ് ദാൻ എപ്സിലോൺ, ഏത് എപ്സിലോൺ തന്നാലും ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. നോം ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ fn മൈനസ് എഫ്, നോം fn മൈനസ് എഫ് ടെൻസ് ടു, എത്ര ചെറുത് വേണമെങ്കിലും ആക്കാം, ടെൻസ് ടു 0 എന്ന് പറയാം. അത് വെറുതെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനേ ഉള്ളൂ. സോറി, യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷനേ ഉള്ളൂ. കൺവേർജസ് യൂണിഫോംലി ടു എഫ്. അതുകൊണ്ട് ഏത് എപ്സിലോൺ തന്നാലും മോഡുലസ് ഓഫ് fn മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ഉണ്ട്. അപ്പോൾ നോം fn മൈനസ് എഫ് അതിൻ്റെ സുപ്രീമം, അത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. എത്ര വേണമെങ്കിലും ചെറുതാക്കാന്നാണ്, ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാം. കോൺവേഴ്സിൽ നമ്മുടെ അസംഷൻ നോം fn മൈനസ് എഫ് ഇൻ എ ടെൻസ് ടു 0. ഇത് 0യിലേക്ക് പോകും. 0യിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എന്താ? എത്ര വേണമെങ്കിലും ചെറുതാക്കാം. ഗിവൺ എനി ആർബിട്രറി സ്മോൾ എപ്സിലോൺ ഗ്രേറ്റർ, അതൊന്നും പറയുന്നില്ല. ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k എന്ന് നമ്മൾ പറയാം. ഇപ്പം വേണം h ഓഫ് എപ്സിലോൺ എന്ന് പറയാം. മുമ്പേ പറഞ്ഞേക്കുന്നുണ്ട്. h ഓഫ് എപ്സിലോൺ എലമെന്റ് ഓഫ് n such that എന്താ? നോം ഓഫ് fn മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. നോം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് fn മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് സുപ്രീമം ഓഫ് fn മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് സുപ്രീമം തന്നെ ചെറുതാണെങ്കിൽ fn മൈനസ് എഫ് മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാം. ഇവിടെ എക്സ് ചേർത്തും പറയാം. fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ഓഫ് എപ്സിലോൺ. ഉറപ്പായിട്ടും അത് പറയാം. ഇതിൻ്റെ അടുത്ത് തന്നെ fn കൺവേർജസ് ടു ഇംപ്ലൈസ് fn കൺവേർജസ് ടു എഫ് യൂണിഫോംലി, fn എഫിലേക്ക് യൂണിഫോംലി കൺവേർജ് ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ തിയറം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിളിൽ നമ്മളുടെ ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പരിചയമുള്ള എക്സ് ബൈ എൻ തന്നെയാണ്. സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എക്സ് ബൈ എൻ ഓൺ ആർ. ആറിലാണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്കറിയാം. ഇഫ് വി കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഓൺ
ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. ഇതേ സീക്വൻസ് ഓഫ് ഫങ്ഷൻസിനെ ഞാൻ 0 1 പരിഗണിക്കുന്നു. ഏത് സീക്വൻസാണ്? സീക്വൻസ് എക്സ് ബൈ എൻ കൺവേർജസ് ടു 0 എന്ന് നമുക്കറിയാം. സീക്വൻസ് എക്സ് ബൈ എൻ does not converge uniformly to 0 on R. Real line ഇല്ല. But on A equal to closed interval 0 1. Closed interval 0 1 നമ്മളിതേ ഫംഗ്ഷനെ തന്നെ എടുത്താൽ നോം എഫ് എൻ മൈനസ് എഫ് എന്താ ലിമിറ്റ് വരുന്നത്? എഫ് ഈക്വൽ ടു 0 ആണ്. നോം എഫ് എൻ മൈനസ് എഫ് ഈക്വൽ ടു സുപ്രീമം. നോം നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. സുപ്രീമം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് എൻ ഓഫ് എക്സ് എന്നാ എക്സ് ബൈ എൻ. എഫ് 0 മൈനസ് 0 എപ്പോഴാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അങ്ങനെ അതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ 1 1 ബൈ എൻ എന്ന് കിട്ടും. As n tends to infinity, this tends to 0. Norm fn minus f tends to 0. Fn converges to f uniformly. ഇതുകൊണ്ട് രണ്ടുപേരെ കാണിച്ചിരിക്കുന്നത്. On norm fn minus f on a equal to closed interval 0 1. അവിടെയാണ് നമ്മളിത് ചെയ്തത്. അതുപോലെ നമ്മൾ എക്സ് സ്ക്വയർ ബൈ എൻ എന്നുള്ളത് 0 8 ഈക്വൽ ടു 0 8 പരിഗണിച്ചാൽ എക്സ് സ്ക്വയർ ബൈ എൻ ടെൻസ് ടു 0. ഇത് എഫ് എൻ ആണ്, 0 എഫ് ആണ്. ഇവിടെയും നമുക്ക് നോം എഫ് എൻ മൈനസ് എഫ് കാൽക്കുലേറ്റ് ചെയ്താൽ ഓൺ ദി സെറ്റ് 0 8 ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ എഫ് എന്നിൻ്റെ വാല്യൂ മൈനസ് എഫിൻ്റെ വാല്യൂ 0. എപ്പോഴാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ മാക്സിമം 8 വരത്തുള്ളൂ. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ എൻ ആണ്. 64 ഉണ്ടായിട്ട് കാര്യമില്ല, ബൈ എൻ. As n tends to infinity, this will tend to 0. Norm fn minus f on a tends to 0. So fn converges to f uniformly on 0 8. a equal to 0 8. ഇവിടെ 0 1 യൂണിഫോം കൺവേർജൻസ് കിട്ടി. അതുപോലെ നമ്മളുടെ ജി എൻ എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞ 3 എക്സാമ്പിൾസ് ആണ് നമ്മളിതിനിപ്പം കൊടുക്കുക. യൂണിഫോം കണ്ടിന്യൂറ്റി, റിയൽ ലൈൻ ഇല്ലാത്ത ചിലതിന് ഇപ്പോൾ നമ്മൾ ബൗണ്ടഡ് ഫങ്ഷൻസ് ആണ്. ജി എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ റിയൽ ലൈനിൽ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാത്തതാണ് യൂണിഫോം കണ്ടിന്യൂറ്റി. എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എയിൽ നമ്മളിതിനെ ടെസ്റ്റ് ചെയ്താൽ ജി ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ ജി ഓഫ് എക്സ് 2 തരത്തിലാണ്. 0 ആവുന്ന മോഡ് എക്സ് ലെസ് ദാൻ 1. പക്ഷേ ഇപ്പോൾ നമുക്ക് 0 തുടങ്ങി 1 വരെ ഉള്ളൂ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. 1 ഫോർ എക്സ് ഈക്വൽ ടു 1. ഇതാണ് ജി എക്സിൻ്റെ ഡെഫിനേഷൻ. ജി എൻ ബൗണ്ടഡ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ലെമ്മ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. നോം ജി എൻ മൈനസ് ജി കാൽക്കുലേറ്റ് ചെയ്യാം. നോം ജി എൻ മൈനസ് ജി ഓൺ a equal to closed interval 0 1 equal to supremum of gn ഒരു തരത്തിലേ ഉള്ളൂ, പക്ഷെ ജി 2 തരത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ജി എൻ്റെ വാല്യൂ എന്നാ 1 റേസ് ടു എന്നാ, ജിയുടെ വാല്യൂ എന്നാ 1. അപ്പോൾ അത് 0 ആണ്. എക്സ് ഈക്വൽ ടു 1 അല്ലാത്തടത്തോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ഇവിടെ എക്സ് റേസ് ടു എൻ വാല്യൂ, ഇവിടുത്തെ വാല്യൂ 0. സുപ്രീമം ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് നമുക്ക് കിട്ടും. ഇത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. 0യേക്കാളും വലുതാണ്. 0യ്ക്കും 1നും ഇടയ്ക്കുള്ള എക്സ് വാല്യൂസ് ആണ്. അപ്പോൾ 1/1ന് തൊട്ടടുത്ത് 0.999 വന്നാലും പവർ n ആകുമ്പം ഇത് അൾട്ടിമേറ്റ്ലി 0യിലേക്ക് പോകും. എക്സ് ഈക്വൽ ടു 1 ഇത് 0 ആണ്. സുപ്രീമം ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 1 ഇത് 0 ആയിക്കഴിഞ്ഞു. എക്സ് ലെസ് ദാൻ 1 പവർ n എടുക്കുന്നതുകൊണ്ട് ഇത് 0യിലേക്ക് പോകും. നോം ജി എൻ മൈനസ് ജി ഓൺ എ ടെൻസ് ടു 0. കാര്യം മനസ്സിലായല്ലോ. സോ ജി എൻ കൺവേർജസ് യൂണിഫോംലി ടു ജി, ഇതാണ് ജി, ഓൺ 0 1. ഇവിടെ ഉള്ളൂ, റിയൽ ലൈൻ ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞു യൂണിഫോം കൺവേർജൻസ് ഇല്ലായിരുന്നു. ഇവിടെ 0 1 ബൗണ്ടഡ് കേസാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ യൂണിഫോം കൺവേർജൻസ് കിട്ടുന്നത്.